അതെ, എല്ലാവരും എന്നാ പറയണോ? രാവിലെ തന്നെ ഞാൻ തൊപ്പിയൊക്കെ വെച്ച് എങ്ങോട്ടാ പോണേന്നല്ല എല്ലാവരും ചിന്തിക്കുന്നേ. ഇന്ന് നമ്മൾ നമ്മുടെ പേഷ്യൻസിനെ കണ്ട് മീൻ പിടിക്കാൻ പോവാണ് കേട്ടോ. അത് കേട്ട് നിങ്ങൾ ആരും അത്ഭുതപ്പെടണ്ട. ഇവിടെ ഇങ്ങനത്തെ കുറേ ആക്ടിവിറ്റീസ് ഉണ്ട് കേട്ടോ പേഷ്യൻസിന് വേണ്ടിയിട്ട്. അല്ലെങ്കിൽ അവർക്ക് എന്താ വേറൊരു നേരം പോക്കൊക്കെ ഉള്ളതല്ലേ. ഇതിവിടെ അടുത്ത് തന്നെയുള്ളൊരു ലേക്കാണേ. നമ്മുടെ നാട്ടിലെ ബണ്ട് കെട്ടി മീൻ വളർത്തത്തില്ലേ, അതുപോലൊരു സംഭവമാണ് കേട്ടോ ഇത്. ഇവിടെ എൻട്രൻസ് ഫീസ് 5 യൂറോയാണേ. ഞങ്ങൾക്ക് ഫ്രീ ആയിരുന്നു കേട്ടോ. ഇവിടെ നല്ല ട്രെയിൻഡ് ആയിട്ടുള്ള മീൻപിടുത്തക്കാരുണ്ട്. അപ്പം നമ്മൾ കൊണ്ടുപോകുന്ന പേഷ്യൻസിനെ അങ്ങനെ ഒരാളുടെ കൂടെയാണ് മീൻ പിടിക്കാൻ ഇരുത്തുന്നത് കേട്ടോ. ഇവിടെ 3 ബണ്ടുകൾ തിരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ, അതിൽ ആദ്യത്തെ 2 ബണ്ടുകളിലും ഇങ്ങനെ മത്സരങ്ങളായിട്ട് നടക്കുന്നേ മീൻപിടുത്തത്തിൻ്റെ. ഇതിനകത്തൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതൊരു എൻ്റർടൈൻമെൻറ്റ് ചെയ്യാനുള്ള പരിപാടിയാണ്. അപ്പോൾ നമ്മൾ പിടിക്കുന്ന മീനുകളെയെല്ലാം തിരിച്ച് ഈ വെള്ളത്തിലേക്ക് തന്നെ ഇടുകയാണ് കേട്ടോ ചെയ്യുന്നത്. അല്ലാതെ വീട്ടിലേക്ക് കൊണ്ടുവരാനൊന്നും പറ്റത്തില്ല. ഇങ്ങനെ വേറെ ഹോസ്പിറ്റലിൽ നിന്നൊക്കെ പേഷ്യൻസിനെ കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവർ നമുക്ക് അവിടെ നിന്ന് തന്നെ ലഞ്ചും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് കണ്ടോ, ഇതാണ് ഇന്നത്തെ സർപ്രൈസ്. വേറൊന്നുമല്ല, നമ്മളിങ്ങനെ ഒരു പ്രോഗ്രാം അറേഞ്ച് ചെയ്തിട്ടുണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ കുട്ടിസിനോട് പറഞ്ഞ് പിള്ളേരെ അങ്ങോട്ട് കൊണ്ടുവരാൻ. അവിടെ അവർക്കും മീൻ പിടിക്കാമല്ലോ. അപ്പോൾ പോകാനുണ്ടെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ തലേദിവസം തന്നെ ഇതിന് വേണ്ടിയിട്ട് ചൂണ്ടയും അതിന് വേണ്ടിയിട്ടുള്ള വേംസിനെ ഒക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അവർക്കത് ഭയങ്കര സന്തോഷമായിപ്പോയി. ഇവന്മാർക്ക് അല്ലെങ്കിൽ തന്നെ മീൻ പിടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ എപ്പോഴും കുഞ്ഞപ്പേ ഞങ്ങളെ തോട്ടിക്കൊണ്ടുപോവോ, മീൻ പിടിക്കാൻ പോവാം എന്നും പറഞ്ഞുകൊണ്ട് ഇരിക്കുന്ന 2 ടീമുകളാണ് കേട്ടോ ഇവർ. അതുകൊണ്ട് ഇവർക്കത് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി. ഒരു 3-4 മീനിനെ അവരും പിടിച്ചു കേട്ടോ. ഇത് കൂടാഞ്ഞിട്ട് അവിടെ ട്രെയിൻഡ് ആയിട്ടുള്ള, ഞാൻ പറഞ്ഞില്ലേ മീൻപിടുത്തക്കാരുണ്ടെന്ന്, അവരുടെ കൂടെയും അവരെ ഞാൻ മീൻ പിടിക്കാൻ ഇരുത്തി കേട്ടോ. അതുകൊണ്ട് കുറച്ചൊക്കെ അവർ പഠിക്കുകയും ചെയ്തു എങ്ങനെയാണെന്ന്. എന്തായാലും ഒരു ദിവസം നല്ല അടിപൊളിയായിട്ട് പോയി. ഇത് കണ്ടില്ലേ, എത്ര വലിയ മീനെയാണെന്ന് നോക്കി പിടിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് തന്നെയൊക്കെ വിടൂ കേട്ടോ. എന്നാലത് കാണാൻ തന്നെ നല്ല രസമാണ്. എന്തോ ഒരു മീനാണെന്നറിയാമോ അതിനകത്ത് കിടന്ന് ഇങ്ങനെ തുള്ളിക്കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്കും കുട്ടിസിന് പിള്ളേരെയും കൊണ്ട് തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു കേട്ടോ. ഞങ്ങളവിടെ പിന്നെ ഒരു 4-4:30 വരെ സ്പെൻഡ് ചെയ്തു. ഫുഡും ഓരോരോ കളികളും ഒക്കെ ആയിട്ട് പേഷ്യൻസും അതോടൊപ്പം ഞങ്ങളും നന്നായിട്ട് എൻജോയ് ചെയ്തു. നേഴ്സിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും പണിയെടുക്കാൻ മാത്രമുള്ള ഒരു ജോലിയല്ലെന്ന് ഇങ്ങനെയുള്ള ഓരോ ഔട്ടിങ്ങുകളിലൂടെയാണ് നമുക്ക് മനസ്സിലാവുന്നത്. എന്നാൽ പിന്നെ ശരി, പിന്നെ കാണാവേ.